നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് മാഷെ നടക്കുന്നത്? ഒരു വെറ്റിനറി കോളേജിൽ ഒരു ചെറുപ്പക്കാരനെ, ഒരു കുട്ടിയെ അതിനീചമായി അതിനിഷ്ഠുരമായി ഹമാസ് ഒക്കെ ചെയ്യുന്നത് പോലെ ഭീകരമായി ആക്രമിച്ച് കൊന്നു കെട്ടിത്തൂക്കിയതാണെന്ന് അവൻ്റെ മാതാപിതാക്കൾ പറയുന്നു. പിടിക്കുന്നതെല്ലാം SFIയുടെ ആളുകൾ, കോളേജ് യൂണിയൻ്റെ ഭാരവാഹികൾ, SFIയുടെ സെക്രട്ടറി, പ്രസിഡന്റ്, ആർഷോ എന്ന് പറയുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു അവരെയൊക്കെ ഞങ്ങൾ പുറത്താക്കിയുടെ SFIയുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഇതേ സമയത്ത് തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള സർവകലാശാല യൂണിയൻ ഭരിക്കുന്ന SFI ആണ്. അതിൻ്റെ കലോത്സവം മാർച്ച് 7 മുതൽ 10 വരെ നടക്കുന്നു. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ പേര് ഇൻതിഫാദ. കോഴിക്കോട് കലോത്സവം നടക്കുന്നുണ്ട്, NITയിലാണ് നടക്കുന്നത്. അതിൻ്റെ പേര് വിരാസത്ത് എന്നാണ്. വിരാസത്ത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പൈതൃകം എന്നാണ്. വിരാസത്ത്. ഈ പൈതൃകം എന്ന് പേരിട്ട കലോത്സവത്തിൽ മുഖ്യാതിഥിയായിട്ട് വന്നത് എളമരം കരീമാണ്, MP. അദ്ദേഹം പങ്കെടുത്തിട്ട് ഊടുപാട് ചീത്തയാണ്. വീരസവർക്കറുടെ പേരിട്ട് ആരെങ്കിലും ഒരു കലോത്സവം നടത്തുമോ എന്ന് ചോദിച്ച് SFIക്കാരെ ഊടുപാട് ചീത്ത പറഞ്ഞു. അദ്ദേഹം വിരാസത്ത് എന്നുള്ളത് വീരസവർക്കർ എന്നാണ് വായിച്ചത്. അപ്പോൾ നമ്മുടെ MPയുടെ ഒരു ബോധം എത്രയുണ്ട് എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പൈതൃകം എന്ന് പേരിട്ടതിനെ ആക്ഷേപിക്കും. ഇൻതിഫാദ എന്ന് പറഞ്ഞാൽ അഭിമാനം കൊള്ളും. ഇതെന്ത് നയമാണ് മാഷെ? ഇത് ഒന്ന് എനിക്ക് തോന്നുന്നു, ഇപ്പോൾ കരീംക ഈ വാക്ക് മനസ്സിലാക്കി കാണൂല. നമ്മുടെ കുട്ടികളിപ്പോൾ നമ്മളെക്കാളൊക്കെ, പ്രത്യേകിച്ചും അത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ ഉണ്ടാവേണ്ട ആദ്യത്തെ പാഠാണ്. ഇന്ന് ഏത് പാർട്ടിയിലെ ഏത് നേതാവിനേക്കാളും വിവരമുള്ളവരാണ് അവരുടെ അനുയായികൾ. ആ ബോധ്യം എല്ലാ രാഷ്ട്രീയക്കാർക്കും നല്ലതാണ്. അപ്പോൾ കരീംക ഇത് കേട്ടിട്ടുണ്ടാവില്ല ഈ വാക്ക്. അത് ഏറ്റവും ചുരുങ്ങിയത് എന്താടാ എന്ന് സംഘാടകരോട് പഠിച്ചിട്ട് ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ മിനിമം അന്വേഷിച്ചിട്ടാണ് പ്രതികരിക്കേണ്ടിയിരുന്നത്. രണ്ട്, അദ്ദേഹത്തിന് അത് മനസ്സിലായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മനസ്സിലാക്കിയതുപോലെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. എന്തോ വീര സവർക്കറുമായിട്ട് ബന്ധപ്പെട്ടതാണ് വിരാസത്ത്. അതൊക്കെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഉള്ളിൽ ഒരുതരം ഈ നിഴൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ കൃത്രിമമായി ഉള്ള ശത്രുക്കളെ, ഈ ഇരുട്ടിൽ പൂച്ചയെ തപ്പുന്നത് പോലെയുള്ള ശത്രുക്കളെ അകത്ത് പ്രതിഷ്ഠിച്ചിട്ട് ഈ ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്തോ, അതെ, വരുന്നതൊക്കെ അവൻ. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. നമ്മുടെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള ശത്രുക്കളെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചാൽ കാണുന്നതൊക്കെ അവനാന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ ചില അപകടങ്ങൾ ഇതിനകത്തുണ്ട്. എന്തായാലും പക്ഷെ ഇതിനകത്തൊരു ഐറണി ഇല്ലേ? വിരാസത്ത് എന്ന് പറയുമ്പോൾ വീര സവർക്കറാണെന്ന് ധരുതി ക്ഷുഭിതനാകുന്നു, പൊട്ടിത്തെറിക്കുന്നു. ഇൻതിഫാദ എന്ന് പറയുമ്പോൾ അതിനെ ചേർത്ത് പിടിക്കുന്നു. ഇൻതിഫാദ എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ് ഭാഷ? അത് എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ ഈ പൈതൃകം എന്നാണ് ഒരു കലാമേളക്ക് പേരിട്ടതെങ്കിൽ നമ്മുടെ കലാരൂപങ്ങളൊക്കെ മനുഷ്യൻ്റെ വേരുകളും നമ്മുടെ പാരമ്പര്യവും ഒക്കെ അതിൻ്റെയൊക്കെ ഒരു താളത്തിൻ്റെ വരവാണ്. ആ അർത്ഥത്തിൽ പോസിറ്റീവാണ്. അങ്ങനെയാണത് എടുക്കേണ്ടിയിരുന്നത്. രണ്ടാമത്തെ കാര്യം, ഇൻതിഫാദ എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ വന്നാൽ തന്നെ ഇപ്പോൾ ഇൻതിഫാദ എന്ന വാക്ക് ചരിത്രത്തിൽ വരുന്നത് ഫലസ്തീനിലെ ലിബറേഷൻ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫലസ്തീനികൾ കൈവിട്ടുപോയ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എന്നും തോൽക്കാനായി മാത്രം യുദ്ധം ചെയ്യുന്നവരാണ്, മരിക്കാനായി മാത്രം പിറക്കുന്നവരാണ്. ഒരിക്കലും അവർ എടുക്കുന്ന നിലപാട് വെച്ച് ആ യുദ്ധത്തിന് അറുതിയില്ല എന്ന് അവർക്കറിയാം. യാസർ അറഫാത്തിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച ഒരു പോരാട്ടമാണ്, ചാവേറാണ്. ചാവാനായി മാത്രമുള്ള യുദ്ധമാണ്. അവർക്കറിയാം എന്താ സംഭവിക്കാൻ പോണതെന്ന്. ഇപ്പോൾ ശരിയും തെറ്റുമല്ല ഞാൻ പറയും. ഇപ്പോൾ ഇസ്രായേൽ എന്ന രാജ്യം ഫലസ്തീനിൽ വരേണ്ടതായിരുന്നില്ല എന്ന് വാദിക്കാം. ഒരു 100 കൊല്ലമോ 1920 മുമ്പുള്ള ഒരു കാലത്തേക്ക് തിരിച്ചു പോവുകയാണ്. അത് റിയാലിറ്റിയാണ്. അപ്പോൾ 1920 മുമ്പുള്ള ഒരു ലോകത്തിലേക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഫലസ്തീനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇസ്രായേൽ ഇല്ലാത്തൊരു ലോകം ഇന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. പിന്നെ അന്ന് കാണിക്കേണ്ടിയിരുന്ന ബുദ്ധി അന്ന് തോന്നിയില്ല. അറബ് ലോകത്തിന് ആർക്കും തോന്നിയില്ല. അന്നത്തെ നമുക്കറിയാം അന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, ഈ 1946 ഈ ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ടുള്ള UN പ്രമേയം വരുമ്പോൾ അതേ സമയത്ത് ഓൺ ദി സ്പോട്ട് ഫലസ്തീനെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കാനും കൂടിയുള്ള ഫോർമുലയുണ്ട്. അംഗീകരിച്ചില്ല. കാരണം ഇസ്രായേലിന് ഒരു തുണ്ട് മണ്ണ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഫലസ്തീൻ വേണ്ട, കൊടുക്കൂല എന്നുള്ള വാശി പിടിച്ചു. രണ്ട്, ഫലസ്തീൻ പോലെ ഇപ്പോൾ ഇസ്രായേലിന് ബദലായി ഇപ്പുറത്ത് ഫലസ്തീൻ എന്ന രാജ്യമുണ്ടായിരുന്നെങ്കിൽ 46-ന് ശേഷം അവിടെ അതിർത്തി നിൽക്കുന്നെങ്കിൽ നോക്കാൻ ആളുണ്ടാവുമായിരുന്നു. അവിടെ കയ്യേറ്റം നടന്നാൽ എതിരിടാൻ ഇപ്പുറത്തൊരു സൈന്യം ഉണ്ടാവുമായിരിക്കും. അപ്പുറത്ത് ശക്തമായൊരു രാജ്യം, ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നവും ശക്തവും സൈനികവുമായൊരു രാജ്യം. ആ രാജ്യം തൊട്ട അയൽപക്കത്തുള്ള ഒരു ദരിദ്ര രാജ്യത്തെ ആക്രമിക്കാൻ വരുമ്പോൾ ഇപ്പുറത്ത് രാജ്യമില്ല, അവർക്ക് പട്ടാളമില്ല, ഒരു ഭരണകൂടമില്ല, ഒന്നുമില്ല. അതിനൊക്കെ ഉത്തരവാദി സത്യത്തിൽ അന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചുകൊണ്ട് UN പ്രഖ്യാപനം വന്നപ്പോൾ
അത് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, അന്ന് ഏകപക്ഷീയമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ പോയ 5 അറബ് രാജ്യങ്ങളാണ് അതിന് ഉത്തരവാദികൾ. ഇപ്പൊ അതൊന്നും അന്ന് മുതൽ പിന്നെ ചെയ്യുന്ന കൈവിട്ട യുദ്ധമാണ്. പിന്നെ ചെയ്യുന്നത് ആകെയുള്ളത് കയ്യിൽ കിട്ടിയ കല്ലെടുത്തിട്ട് ഇസ്രായേലിന്റെ ഒരു വാഹനം കണ്ട എറിയ, ഇപ്പോൾ അപ്പുറത്ത് ഇസ്രായേലിന്റെ എന്തെങ്കിലും ചിഹ്നങ്ങൾ കണ്ട, കൊടി കണ്ട എറിയ, വാഹനം കണ്ട എറിയ, ഈ ഏർപ്പാടിനാണ് ഇൻതിഫാദ എന്ന് പറയുന്നത്. അതായത് അക്രമം. ബേസിക്കലി അത് അഗ്രസീവായ സംഭവമാണ്. ഒന്ന് കല്ലേറാണ്, മറ്റൊന്ന് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഒരു കലാമേളയിൽ ഒരു കാരണവശാലും ഉയരാൻ പാടില്ലാത്തൊരു ഓർമ്മയാണ്, ഒരു ചിന്തയാണത്. യുദ്ധത്തിന്റെ ഓർമ്മ, അക്രമത്തിന്റെ ഓർമ്മ, കല്ലേറിന്റെ ഓർമ്മ. അതുകൊണ്ട് ഇൻതിഫാദ എന്നുള്ള വാക്കൊന്നും ഒരു കാരണവശാലും ഒരു എനിക്ക് തോന്നുന്നില്ല ഒരു കലോത്സവത്തിന് കൊടുക്കുന്നത് എന്തിനാണെന്ന്. അതൊരു പുതിയ ചിന്തയാണ്. ഇപ്പറഞ്ഞ പോലെ തന്നെ ഒരു കൂട്ടർ ഒരു ശത്രുവിനെ മനസ്സിൽ പ്രഖ്യാപിച്ചതുപോലെ ചില മിത്രങ്ങളെയും മനസ്സിൽ പ്രഖ്യാപിക്കുകയാണ്. ഇസ്രായേൽ എന്ന് കേട്ടാൽ തന്നെ ഇപ്പോൾ ഇസ്രായേലിൽ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് പറയാം, നിരപരാധികളെ കൊല്ലരുത് എന്ന് പറയാം, നിങ്ങൾ ജയിച്ചു കൊള്ളുക, എന്നാലും അപ്പുറത്ത് സാധുക്കളാണ്, അവരെ വിട്ടേക്കണം എന്ന് പറയാം, അവരും മനുഷ്യരാണെന്ന് പറയാം. അവരുടെ കാലത്ത് അവരുടെ ഭാഗത്ത് നിന്ന് ചരിത്രത്തിലും വർത്തമാനത്തിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹമാസ് കാണിച്ചതുപോലുള്ള അങ്ങേയറ്റത്തെ വിവരക്കേടും അങ്ങേയറ്റത്തെ ഭീകരതയും ഒക്കെ അവരുടെ കയ്യിലുണ്ടെന്ന് വെച്ചോളൂ. ഉണ്ടെങ്കിലും അവർ മനുഷ്യരാണ്, കൊല്ലല്ലേ. അവർക്ക് ചെറുത്ത് നിൽക്കാനുള്ള ആവശ്യത്തിന് തിരിച്ചടി കൊടുത്തല്ലോ. അല്ല, കൊടുത്തു. ഒന്ന്. രണ്ടാമത് അവർ ചെറുത്ത് നിൽക്കാനുള്ള കെൽപ്പില്ലല്ലോ സാറേ. ഈ മിണ്ടാപ്രാണികളെ കൊല്ലുന്നതിന് കണക്കിൽ ചാവുന്ന മനുഷ്യരൊന്നും അല്ല യുദ്ധത്തിന് കാരണം. അല്ല, ഒരിക്കലും അല്ല. തുടങ്ങി വെച്ചവരും അത് പ്രധാനപ്പെട്ട ആഹ്വാനം ചെയ്തവരും ഖത്തറിൽ സുഖവാസത്തിലായിരിക്കും. നിരപരാധികളായി പാവങ്ങളാണ് കൊല്ലപ്പെടുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തൊക്കെ വൃത്തികേട്. ഒരു കല്ലെറിഞ്ഞു എന്നല്ലാതെ ആ കല്ലെറിയാനല്ലാതെ പിന്നെ അവർക്ക് കൈ പോക്കാനുള്ള ശേഷിയില്ല. ഒരു രാജ്യത്തിന് കാല് ഒന്ന് നേരെ നിൽക്കാനുള്ള ശേഷിയില്ലേ? ഇല്ലല്ലോ. ആ രാജ്യമാണ്, അതുകൊണ്ട് നിർത്തണം എന്നൊക്കെ പറയാം. മറിച്ച് ഇൻതിഫാദയാണ് ശരി. അല്ല, വയലന്റ് ആക്ഷൻ എന്നാണല്ലോ അതിന്റെ അർത്ഥം. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ വയലന്റ് ആക്ഷൻ എന്ന് ആ വയലൻസിനെ പ്രോത്സാഹിപ്പിക്കുക. അത് ജനാധിപത്യമല്ല, ഇന്ത്യക്ക് ചേർന്നതല്ല, മതനിരപേക്ഷതയല്ല, ഒരുതരം യുദ്ധോത്സുകമായ പ്രഖ്യാപനമാണ്. മാത്രമല്ല, കലാമേള ഇതിനൊന്നും അല്ലല്ലോ സാറേ. ഇനിയിപ്പോൾ തിരക്കേടില്ല, ഒരു സമരത്തിന് പോകുമ്പോൾ അതിന് അതുപോലുള്ള സംഗതിയല്ല. ഒരു സംഘർഷത്തിന്, ഒരു പ്രക്ഷോഭത്തിന്, ഒരു യുദ്ധത്തെക്കുറിച്ചുള്ള സെമിനാറിനൊക്കെ പേരിടും പോലെയല്ല. അതെ, കലോത്സവമാണ്. കലോത്സവം ഇതിനൊക്കെ അതീതമായിട്ട്. പക്ഷേ ഞാനിപ്പോൾ ഒരു സാങ്കല്പിക ചോദ്യം ആലോചിക്കുകയാണ്. അതായത് ഈ ഇൻതിഫാദ ഉദ്ഘാടനം ചെയ്യാനാണ് എളമരം കരീം വന്നതെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും പ്രസംഗിക്കുക? ഞാൻ പറയുന്നത്, ഇപ്പോൾ കരീം അവിടെ കാണിച്ചതുപോലെ അവിടെ അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ്. അവിടെ ശരിക്കും അദ്ദേഹം മാപ്പ് പറഞ്ഞിട്ട് വേണം പോരാൻ. ഞാൻ തെറ്റിദ്ധരിച്ചതാണ്, എനിക്ക് ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്ന് പറഞ്ഞ് അവരോട് മാപ്പ് പറഞ്ഞിട്ട് പോരണമായിരുന്നു. മറിച്ച് ഇൻതിഫാദ കാണുന്നിടത്ത് അദ്ദേഹം ആരടാ ഇൻതിഫാദ എന്ന് പേരിട്ടത്? എങ്ങനെയാണ് കലാമേളക്ക് ഇൻതിഫാദ എന്ന് കൊടുക്കുന്നത്? മനുഷ്യന്റെ ഒരുമയുടെ സമാധാനത്തിന് ചോദിക്കാൻ എളമരം കരീമിന് കഴിയുമോ? അല്ല, പറ്റണം. കേരളത്തിലെ CPM കഴിയുമോ? അല്ല, പറ്റണ്ടേ സാർ? പറ്റില്ല. പറ്റിയില്ലെങ്കിൽ അവര് അതുകൊണ്ടാണ് അവർ പേരിട്ടിരിക്കുന്നത്. ഇത് ഞാൻ കരുതുന്നു ഒരു പക്ഷേ ഈ കലോത്സവത്തിന് പേരിട്ടത് പാർലമെന്റ് ഇലക്ഷൻ പോലും മുന്നിൽ കണ്ടായിരിക്കാം. അങ്ങനെ വല്ലതും അതിന്റെ പിന്നിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഇറാഖ് രാഷ്ട്രീയം ഓർമ്മയുണ്ടോ? സദ്ദാം ഹുസൈനെ ഉയർത്തി കാണിച്ചിട്ടൊക്കെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോയൊരു കാലം പണ്ടുണ്ട്. ഇപ്പോൾ മാത്രമല്ല. സത്യത്തിൽ അതും ശരിയായൊരു രീതിയല്ലല്ലോ. പക്ഷേ നമ്മുടെ പൈതൃകം എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ CPM അസ്വസ്ഥതയാണ്. എന്തുകൊണ്ടായിരിക്കും? പൈതൃകം എന്ന് കേൾക്കുമ്പോൾ CPM സത്യത്തിൽ ഈ അസ്വസ്ഥതയും അസഹിഷ്ണുതയും വരേണ്ട കാര്യമില്ലാത്തതാണ്. പക്ഷെ അവർക്ക് ചരിത്രത്തിൽ ചെയ്ത ചില അബദ്ധങ്ങളെ ഇപ്പോൾ നമുക്ക് കളയാൻ പറ്റാത്ത വിധം പിന്തുടരുന്നുണ്ടാവും. അതെ, ഒരു ബാധ്യത പോലെ. സാറിന് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അപ്പോൾ CPM ആയതുകൊണ്ട്, CPM കുറിച്ച് ആയതുകൊണ്ട് ഞാൻ പറയാം. ചരിത്രത്തിൽ ഞങ്ങളൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന നിലക്ക് കണ്ടൊരു കാര്യം, ഈ 64 CPM CPI പിളരുമ്പോൾ ഉണ്ടായിരുന്ന അടിസ്ഥാന തർക്ക വിഷയങ്ങൾ. അതിലൊന്ന് ആഗോളമായിരുന്നു, സോവിയറ്റ് യൂണിയനെ പിന്തുടരണം, ചൈനയെ പിന്തുടരണം, വിപ്ലവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. രണ്ടാമത് വിപ്ലവത്തെക്കുറിച്ചുള്ള ദേശീയ ജനാധിപത്യമാണോ ജനകീയ ജനാധിപത്യമാണോ രണ്ടാമത്തെ കാഴ്ചപ്പാട്. മൂന്നാമത്തെ കാഴ്ചപ്പാട് ദേശീയ ബൂർഷ്വാസിയോട് സ്വീകരിക്കേണ്ട സമീപനം, കോൺഗ്രസിനെ പിന്തുണക്കണോ വേണ്ടേ. അതോടൊപ്പം വന്ന ആശയപരമായൊരു പ്രധാനപ്പെട്ട തർക്കം എന്തായിരുന്നു അറിയോ? ഇന്ത്യൻ വിപ്ലവത്തിൽ ഭാരതീയമായ സാംസ്കാരിക വഴികൾ ഇന്ത്യയിലെ റവല്യൂഷന്, ഇന്ത്യയിലെ സാമൂഹ്യ വിപ്ലവത്തിന് നിദാനമാക്കണം. അപ്പോൾ ഉദാഹരണത്തിന് മാർസും ലെനിനും എംഗൽസും മാവോയും ഒന്നും അല്ല ഇന്ത്യൻ വിപ്ലവത്തിന് വഴി കാണിക്കേണ്ടത്. ഇവിടെ സാമൂഹ്യ വിപ്ലവത്തിന് വഴി കാണിക്കേണ്ടത് സാക്ഷാൽ വിവേകാനന്ദ സ്വാമിയാണ്. അങ്ങനെ ഒരു ചിന്ത മുന്നോട്ട് വെക്കുമ്പോഴാണ് ഇത് ഡാങ്കെയാണ് ഉന്നയിച്ചത്. ഡാങ്കെ ഉന്നയിച്ചപ്പോൾ ഉടനെ ആക്ഷേപമായി. എന്താ വെച്ചാൽ അയാൾ വേദാന്തി കമ്മ്യൂണിസ്റ്റാണ്. എന്നുവെച്ചാൽ അദ്ദേഹം പറഞ്ഞ കാര്യത്രയേ ഉള്ളൂ,
ഇന്ത്യയിൽ ഒരു സാമൂഹ്യ വിപ്ലവം ഉണ്ടാക്കേണ്ടത് ഈ വടക്ക് നോക്കി യന്ത്രം പോലെ മറ്റേതെങ്കിലും പുറം രാജ്യത്തെ നോക്കിയല്ല. ഇവിടെ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വിവേചനം അവസാനിപ്പിക്കാനുള്ള കരുക്കൾ, ആവശ്യമുള്ള ആശയങ്ങൾ, അതിനാവശ്യമായ സ്പാർക്ക്, അതിനാവശ്യമായ ഫയർ ഇന്ത്യൻ കൾച്ചറിലുണ്ട്. അത് ഉയർത്തിപ്പിടിക്കണം എന്നാണ് പറഞ്ഞത്. അന്ന് മനസ്സിലായില്ല. അന്ന് വേദാന്തി കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് അവർ തമ്മിൽ വഴക്കായി വളർന്ന് 32 പേര് ഇറങ്ങിപ്പോന്നു. ഞാൻ പറഞ്ഞ തെറ്റും ശരിയുമല്ല ഞാൻ പറയണത്. ചരിത്രത്തിൽ ചില അബദ്ധങ്ങൾ ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് ഇന്ത്യയിലെ സംഘപരിവാർ ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യൻ കൾച്ചറിൻ്റെ വളരെ അഗ്രസീവായ, വളരെ കമ്മ്യൂണലായ ഒരു വ്യാഖ്യാനമാണ്. അതേ സമയത്ത് അതിനെ വളരെ ഇൻക്ലൂസീവായ, വളരെ സെക്കുലറായ വ്യാഖ്യാനത്തിന് അപാരമായ സാധ്യതയുള്ളൊരു പാരാവാരമാണ് ഇന്ത്യൻ കൾച്ചർ. അങ്ങനെ വേണ്ടിയിരുന്നു അതിനെ ഉപയോഗിക്കാൻ. പക്ഷേ കമ്മ്യൂണിസം തന്നെ ഒരു വൈദേശിക ആശയമാണ്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഇത് ന്യായീകരിക്കേണ്ടി വരുന്നത്. കമ്മ്യൂണിസം സത്യത്തിൽ ആശയത്തിൻ്റെ പിറവി നോക്കിയാൽ എല്ലാ ആശയങ്ങളെയും അങ്ങനെ ഒരു രാജ്യത്തിന് കൊടുക്കാൻ പറ്റും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഈ ഹിന്ദുയിസം ഇന്ത്യയുടേതാണെന്ന് പറയുന്നത്. അതേ സമയത്ത് കമ്മ്യൂണിസം സത്യത്തിൽ ഒരു മതമല്ലല്ലോ. കമ്മ്യൂണിസം ഒരു സയൻസ് മീൻസ് ഒരു കാഴ്ചപ്പാടാണ്. ഒരു കാര്യങ്ങളെ കാണാനുള്ള സമീപന രീതി മാത്രമാണത്. പരാജയപ്പെട്ട ശാസ്ത്രമാണ്. അല്ല, അതെങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാന ആശയങ്ങളിൽ പരാജയപ്പെടാനുള്ള സാധ്യത കുറവാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാര്യം ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഞാനും സാറും തമ്മിൽ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ഒരു പുതിയ ഡെവലപ്മെൻറ്റ് ചർച്ച ചെയ്യുന്നു. എന്ത് ചർച്ച ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു പക്ഷം ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഞാനിപ്പോൾ സാറ് കണ്ടു എന്ന് പറയും, ഞാനിങ്ങോട്ട് നടന്നു വരുമ്പോൾ ഇപ്പോൾ കലൂരിൽ ശക്തനായ ഒരാൾ ഒരു ദുർബലനെ അടിച്ചു. അതിലൊറ്റ കാര്യമുള്ള ശരിയും തെറ്റും വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. ഒരു ഇടതുപക്ഷക്കാരൻ എന്താ ചെയ്യുക? കമ്മ്യൂണിസ്റ്റ് മനസ്സെന്ന് പറഞ്ഞാൽ എന്താ? ദുർബലനെ താങ്ങി നിർത്തിയിട്ട് അവനെ ആദ്യം നേരെ നിർത്തുക. അത് കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രമല്ല, അല്ല, ദുർബലനെ ഏതൊരു മനുഷ്യനും ചെയ്യും. ദുർബലന്റെ കൂടെ നിൽക്കുക. യെസ്, ഞാൻ ഒന്നുമല്ല, മാനവികതയാണ്. ആ മാനവികതയാണ്, ആ ഹ്യൂമനിസമാണ്, ആ മാർക്സിസത്തിന്റെ ആത്മാവ്. അതില്ലാതെ പോയാൽ. പക്ഷെ വേറെ ലോകത്ത് എവിടെയാണ് സാർ ഈ മാനവികത കാണിച്ചത്? ലോകത്തെമ്പാടും ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നത് ഈ കമ്മ്യൂണിസത്തിന്റെ. അതൊക്കെ ശരിയാണ് സാർ, ഞാൻ അതിനൊന്നും വിയോജിക്കുന്നില്ല. ഇതേ കമ്മ്യൂണിസ്റ്റുകാരാണ് ആ പാവപ്പെട്ട വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി പോലും തച്ചു വന്നത്. അതെന്നേ ഞാൻ സമ്മതിച്ചു. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ തമ്മിൽ പറഞ്ഞു വരുന്നിട്ട കാര്യമുള്ളൂ. ഈ ആശയത്തിലല്ല കുഴപ്പമെന്നാണ് ഞാനും പറഞ്ഞു വരുന്നത്. ഈ ആശയമേ കുഴപ്പമാണെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ പറയാം. അവരെ സ്നേഹിക്കാനല്ല, അവരെ കൊല്ലാൻ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ശാസ്ത്രം ലോകത്തുണ്ടെങ്കിൽ അത് കമ്മ്യൂണിസമാണ്. അല്ല, കൊല്ലാനല്ല. അതിപ്പോ ഏറ്റവും ഒടുവിൽ അങ്ങനെയുണ്ടെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രയോക്താവായിരുന്ന മാവോയും ലെനിനും സ്റ്റാലിനും ട്രോട്സ്കിയും പോൾട്ടും ഒക്കെ ലോകത്തിന് കാണിച്ചു തന്നത് എന്താണ് സാർ? അല്ല, കൊലപാതകം എന്തിന് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ കാണിച്ചു തരുന്നത് എന്താണ്? ഏത് മനുഷ്യനെയാണ് ഇവർ രക്ഷിച്ചിട്ടുള്ളത്, സ്നേഹിച്ചിട്ടുള്ളത്? ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരെ മൊത്തത്തിലൊന്നും അങ്ങനെ പറയണ്ട. കേരളത്തിൽ ടി.പി. ചന്ദ്രശേഖരന്റെ വിധി വന്നതേ ഉള്ളൂ. ആണ് സാറേ, ഞാൻ കൂട്ടത്തിൽ നിന്ന് മാറിപ്പോയ കുന്നുകളയും. അല്ലല്ല, അത് ഇതൊക്കെ ഒരു മതമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. എന്റെ മതത്തിൽ നിന്ന് ഞാൻ വിട്ടുപോയാൽ എന്നെ തട്ടെന്ന് പറയും പോലെ തന്നെയാണ്. അങ്ങനെയല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ എപ്പോഴും അങ്ങനെയല്ല. അതുകൊണ്ടാണല്ലോ കമ്മ്യൂണിസ്റ്റ് ഭരണം വീണപ്പോ അഫ്ഗാനിസ്ഥാനിൽ അവിടുത്തെ പ്രസിഡന്റിനെ അവിടുത്തെ ജനങ്ങൾ കൊന്നു കെട്ടിത്തൂക്കി വിളക്കുകാലിൽ കെട്ടിത്തൂക്കിയത്. അഫ്ഗാനിസ്ഥാനിൽ നജീബിനെ. അല്ല, ജനങ്ങളല്ലാട്ടോ, എല്ലാം പറയുമ്പോ പറയണം. അത് വർഗീയവാദികളും താലിബാനായിരിക്കാം, ആരും ആയിരിക്കട്ടെ. അല്ല, അതേന്നേ നജീബുള്ളയെ കൊന്നത് ആരാണ്? ലോകത്തെമ്പാടും ലെനിന്റെയും മാർക്സിന്റെയും പ്രതിമകൾ തകർക്കപ്പെട്ടത്. നമുക്ക് ഇഷ്ടമില്ലാത്തവരെയാണ് കൊന്നത്. കാറൽ മാക്സിന്റെ പ്രതിമയ്ക്ക് ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാനില്ല അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ. ആരുടെ? കാറൽ മാക്സിന്റെ പ്രതിമ അദ്ദേഹത്തിന്റെ അടക്കം ചെയ്ത സ്ഥലത്ത്. എവിടെ? ലണ്ടനിലായി ആരുമില്ല. ഏതോ മൂലയ്ക്കൊരു ശിലാഫലമുണ്ട്. അല്ല, ഈ ഇത്തരം കാഴ്ചകളും വാർത്തകളും ഒക്കെ മുഴുവനായിട്ട് അങ്ങനെ എടുക്കണ്ട കേട്ടോ. വാർത്തകൾക്കൊക്കെ അതിന്റെ പൊളിറ്റിക്സ് ഉണ്ടാവും. അങ്ങനെ എടുക്കണ്ട. കാരണം അങ്ങനെ ആവാൻ സാധ്യതയില്ല. അല്ല, വാൾ സ്ട്രീറ്റിൽ തിരിച്ചു വരികയാണ്. ലോകത്ത് എല്ലായിടത്തും ഇത് പരാജയപ്പെട്ടു. അവിടെയൊക്കെ ഇതിനെ അട്ടിമറിച്ച് ജനം സ്വാതന്ത്ര്യത്തിന്റെ ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി നിൽക്കുകയാണ്. മനുഷ്യനെ കൊന്ന ചരിത്രം മാത്രമേ ഈ പ്രസ്ഥാനത്തിനും ഈ ആശയത്തിനുള്ളൂ. അതങ്ങനെയല്ല സാറേ. ഈ സ്വാതന്ത്ര്യത്തിന്റെ ആകാശം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മനുഷ്യർക്ക് കൊടുക്കുന്നത് ഈ മുതലാളിത്തത്തിന്റെ ഭീകരത കൂടിയാണ്. നമ്മൾ കാണാതിരുന്ന കാര്യമില്ല. പ്രതിഷേധിക്കുന്നവന്റെ നെഞ്ചത്തേക്ക് പാറ്റണ്ടാക്കി കയറ്റി ഇറക്കുന്നതാണോ സാർ മാനവികത? അല്ല സാർ, അങ്ങനെ നോക്കുമ്പോൾ ഈ ലോകത്തിൽ ചൈനയിലെ കഥയാണ് പറഞ്ഞത്. ടിയാനൻമെൻ സ്ക്വയറിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്ത് കമ്മ്യൂണിസം ലോകത്ത് ഹിറ്റ്ലർ കൊന്നതിന്റെ എത്രയോ മടങ്ങ് ആളുകളെ കമ്മ്യൂണിസ്റ്റുകൾ കൊന്നിട്ടുണ്ട് ഉണ്ട്. പക്ഷെ അധികാരത്തിന് ഇത് നമ്മളിങ്ങനെ എടുത്താൽ മതി. അതൊന്നും ഒരു ആശയത്തിന് കുഴപ്പമില്ല. അധികാര പ്രയോഗത്തിന് എല്ലായിടും ആരാണ് സാർ ആദ്യമായിട്ട് ആറ്റം ബോംബ് ഇട്ടത്? കമ്മ്യൂണിസ്റ്റുകാരാ.
കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നേ അവർ വിട്ടേനെ. അല്ല അതൊക്കെ കയ്യിലില്ലാത്തതുകൊണ്ട് അല്ല, ഞാൻ പറയുന്നത്രേ ഉള്ളൂ. ഒരു കാര്യം സമയമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഈ സ്റ്റാലിൻ ഇത്രയേറെ മനുഷ്യരെ കൊന്നത് എന്ന് ഏറ്റവും സത്യസന്ധമായി പഠിച്ച ഒരാളെ ഞാൻ കണ്ടത്. സൗമ്യമായും സത്യസന്ധമായും മന്ത്രം ഉച്ചരിക്കുമ്പോൾ അത് പറഞ്ഞയാൾ ഓഷോവാണ്. സാറിന് സൗകര്യം കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും നോക്കിയാൽ നല്ലത്. ഞാൻ പറയുന്നത്, നമ്മളൊരു വലിയ ശില്പം കെട്ടിപ്പടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടാക്കാൻ കൊടുത്തതിലേറെ ചോരയും മനുഷ്യൻ്റെ ജീവനും ഒക്കെ അത് സംരക്ഷിക്കാൻ വേണ്ടി. പക്ഷേ പറയപ്പെടുന്നു സ്റ്റാലിൻ ആളുകളെ മാത്രമല്ല കൊന്നത്, ലെനിനെ കൊന്നതും സ്റ്റാലിനാണെന്ന് തിയറിയുണ്ട്. വിഷം കൊടുത്തു, വിഷം കുറേശ്ശെ കൊടുത്തു. പാബ്ലോ നെരൂദയ്ക്ക് വിഷം കൊടുത്ത് ഇഞ്ചിഞ്ചായി കുറിച്ചും കേട്ടില്ല, ലെനിൻ്റെ കുറിച്ചും കേട്ടില്ല. എന്തായാലും ഞാൻ പറഞ്ഞു അതൊക്കെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ജനങ്ങളെ മാത്രമല്ല കൂട്ടത്തിലുള്ളവനെ കൊന്നിട്ടുണ്ട്. അപ്പോൾ ടി പി ചന്ദ്രശേഖരൻ അതുകൊണ്ടാണ് ഒരു അപവാദമാകാത്തത്. അല്ല, എന്തായാലും രീതി അതാണ്. കമ്മ്യൂണിസം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ കമ്മ്യൂണിസം ലോകത്തിൽ ഒരു പ്രധാനപ്പെട്ട വിപത്തായി കാണേണ്ട കാലം കഴിഞ്ഞല്ലോ. ലോകത്തെ ഒരു ദുർഭൂതം പിടികൂടിയിരിക്കുന്നു. അതേതാണിപ്പോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ എഴുതി വെച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയല്ല. ആ ദുർഭൂതത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ടാണ് ലോകം സമാധാനത്തിൽ ലോകത്ത് കൂട്ടക്കൊല ഒഴിവായത്. അല്ല, ആ കമ്മ്യൂണിസ്റ്റ് ദുർഭൂതത്തെ കുറിച്ചല്ല പറയുന്നത്. ഇപ്പൊ അന്ന് പറഞ്ഞ ദുർഭൂതം ഇപ്പൊ സത്യമായി. ഇപ്പൊ ലോകത്തിന് രണ്ട് പക്ഷമില്ല, രണ്ട് ചേരിയില്ല. ലോകത്തിപ്പോൾ ഈ ആഗോള മൂലധനത്തിന്റെ ഒരു ചേരിയുള്ളൂ. അതിന്റെ ഭാഗമാവുകയല്ലാതെ വേറെ വഴിയില്ല എന്നാണ് ശരിയായിരുന്നെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതായിരുന്നെങ്കിൽ ജനങ്ങൾ അതിനെ തിരസ്കരിക്കില്ല. ഉണ്ടാവാൻ സാർ, ഞാൻ പറഞ്ഞു ഏതൊരു ആശയത്തിലും ബേസിക് ആയിട്ട് അതിന്റെ ആന്റിതിസിസ്, അതിന്റെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാം, അതിന്റെ ഡിഫക്ട്സും ഉണ്ടാവാം. ഞാനിതൊന്നും അംഗീകരിക്കാത്ത കൂട്ടത്തിലല്ല. അല്ല, നമ്മൾ വിഷയത്തിൽ നിന്ന് വഴിമാറി തിരിച്ചു വരാം. ഏതായാലും എളമരം കരീമിന്റെ പ്രസംഗം, അദ്ദേഹം പാർലമെന്റിൽ രാജ്യസഭയിൽ ഇപ്പോൾ MP ആയിട്ടിരിക്കുന്ന ആളാണ്. ഇപ്പോൾ അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവില്ല, വീണ്ടും മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് വിരാസത്ത് എന്നുള്ള ഹിന്ദി വാക്ക് പോലും അറിയാൻ വയ്യാത്ത ഇദ്ദേഹം പാർലമെന്റിൽ പോയിട്ട് എന്തെടുക്കാൻ? അതൊന്നുമല്ല കേട്ടോ. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു സാമാന്യം നന്നായി വായിക്കുകയും ഈ വാക്കാണ് അദ്ദേഹത്തിന്റെ ഒരു മിസ്റ്റേക്ക് ആയിട്ട്, അല്ലെങ്കിൽ മുൻവിധികളാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് പൊറുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ വിട്ടുവീഴ്ച ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം നമുക്ക് പക്ഷെ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം വിരാസത്തിനെ എതിർക്കുകയും ഇന്തിഫാദ തെറ്റാണെന്ന് പറയാതിരിക്കുകയും ചെയ്യുന്ന കാലത്തോളം എങ്ങനെ നമ്മൾ പൊറുക്കും? അത് അദ്ദേഹത്തിന്റെ അബദ്ധം പറ്റിയതല്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് മനസ്സിലാക്കി. അദ്ദേഹത്തിന് തിരുത്താവല്ലോ, ഇന്തിഫാദ തെറ്റാണെന്ന് പറയാം. ഇന്തിഫാദ പക്ഷേ അദ്ദേഹത്തിനോട് ചോദിച്ചിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് പറയാമല്ലോ, ഒരു പൗരൻ. നമ്മൾ പറയുന്നത് ഇപ്പം അഹമ്മദ് മാഷ് പറയുന്നു ഇന്തിഫാദ തെറ്റാണ്, അംഗീകരിക്കാനാണ്. അപ്പോൾ ഉറപ്പായിട്ടും എളമരം കരീം പറയേണ്ടതാണ്. പിന്നെ ഇവർക്ക് എനിക്ക് അറിഞ്ഞൂടാ ഇപ്പോൾ ഈ വോട്ടിംഗ് പൊളിറ്റിക്സ് എങ്ങനെയൊക്കെ സ്വാധീനിക്കുക എനിക്ക് പറയാൻ അറിയില്ല. എനിക്ക് തോന്നുന്നു ഈ ഇസ്ലാമിക തീവ്രവാദത്തെ ഒന്ന് ന്യായീകരിച്ചിട്ട് ഇനി കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസൽമാൻ്റെ വോട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരാണ് മണ്ടന്മാർ. കേരളത്തിലെ മുസൽമാന്മാർ ഇവർ ഈ പറഞ്ഞ തീവ്രവാദികളുടെ ഒന്നും കൂട്ടത്തിലല്ല. ഏതായാലും അധികം വൈകാതെ നമ്മുടെ ഒരു കലോത്സവത്തിന് ജിഹാദ് എന്ന് പേര് വരുന്ന കാലം അതിവിദൂരമല്ല. വരാതിരിക്കട്ടെ സാറേ. ഈ കരിനാക്കൊണ്ടൊന്നെങ്കിലും ഒന്നും പറയാതിരിക്കുക നല്ലത്. കേരളത്തിൽ അങ്ങനെ സംഭവിക്കില്ല. കാരണം കേരളം വളരെ വിജിലന്റ് ആണ്. ഈ പ്രതീക്ഷ തീരെ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അല്ല, അങ്ങനെ സംഭവിക്കുക. കേരളം അങ്ങനെ നാശാൻ പാടില്ലല്ലോ. കേരളം വളരെ നമ്മളെന്തെല്ലാം ഇനി കാണാനിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.